പൃഥ്വിരാജ് മഞ്ജു വാര്യർ എന്നിവർ ഒന്നിക്കുന്ന ചിത്രം പ്രഖ്യാപിച്ചു. ഒടിയൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത്. രാഹുൽ സദാശിവനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. പൃഥ്വിരാജിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് സിനിമയെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഓഡിയൻ ദ ഏജ് ഓഫ് ഇല്യൂഷൻ എന്നാണ് സിനിമയുടെ പേര്. പൃഥ്വിരാജും അതോടൊപ്പം തന്നെ മഞ്ജു വാര്യരുമാണ് പ്രധാന കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കരൺ ജോഹറിനൊപ്പം പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കൂടി ചേർന്നിട്ടാണ് സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. 5 ഭാഷകളിലാണ് സിനിമ പുറത്തിറങ്ങുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ പുറത്തിറങ്ങുമ്പോൾ രാഹുൽ സദാശിവന്റെ ഒരു വലിയ സിനിമ തന്നെയായിരിക്കും എന്നതിൽ സൂചന തന്നെയാണ് സിനിമ പുറത്തു കാണിക്കുന്നത്. ഒടിയൻ എന്ന പേരിൽ ഇതിന് മുമ്പ് ഒരു സിനിമ വന്നിട്ടുണ്ടെങ്കിലും അത് മോഹൻലാൽ ചിത്രം വന്നിട്ടുണ്ടെങ്കിലും അതൊരു പരാജയ സിനിമയായിരുന്നു. പക്ഷേ ആ ഒരു കോൺസെപ്റ്റിൽ ഒരുപാട് സിനിമകൾക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിൽ കഥ പറയാമെന്നുള്ള ഒരുപാട് ചർച്ച നടന്നിരുന്നു. ഈ സമയത്താണ് രാഹുൽ സദാശിവന്റെ ഒരു സിനിമ ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇത്തരത്തിൽ ഒടിയൻ വീണ്ടും അവതരിക്കുന്നു. കാരണം രാഹുൽ സദാശിവൻ എന്ന ഒരു സംവിധായകന്റെ ഒരു ക്രാഫ്റ്റ് നമുക്കറിയാം. അദ്ദേഹം ഹൊറർ സിനിമകൾ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. ബ്രഹ്മയുഗം അത്രയധികം ശ്രദ്ധ ചെയ്യപ്പെട്ട സിനിമ തന്നെയായിരുന്നു. ഭൂതകാലം പോലും ഒരു ചെറിയ ബജറ്റിൽ ഒ ടി ടിയിൽ വന്ന സിനിമ അത്രയധികം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു. അതിനുമുമ്പ് റെഡ് റെയിൻ എന്ന സിനിമയാണെങ്കിൽ പോലും പിന്നീട് ചർച്ച ചെയ്യപ്പെട്ട സിനിമയായിരുന്നു. അത്തരത്തിൽ ചെയ്ത സിനിമകളെല്ലാം തന്നെ ഒരു വ്യക്തിമുദ്ര സ്ഥാപിക്കാൻ കഴിഞ്ഞ രാഹുൽ സദാശിവന്റെ അടുത്ത സിനിമ ഒടിയൻ എന്ന രീതിയിൽ ഇറങ്ങുമ്പോൾ പൃഥ്വിരാജിനോടൊപ്പം തന്നെ കരൺ ജോഹർ അടക്കമുള്ള ഒന്നിക്കുമ്പോൾ ഇന്ത്യ സിനിമ കണ്ട ഏറ്റവും വലിയ ഒരു സിനിമയ്ക്കായിരിക്കും സാക്ഷ്യം വഹിക്കുക എന്നുള്ള സൂചന തന്നെയാണ് ഈ സിനിമയുടെ ഇപ്പോൾ പുറത്തു വരുന്ന